കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അഖിലും ഫ്രണ്ട്സും വന്ന് ബഹളമുണ്ടാക്കിയ കാര്യം അവനെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് സുഭാഷും കൂട്ടരും. പക്ഷെ ഭാസ്കരൻ അങ്ങോട്ട് വന്ന് അവൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ ചേട്ടൻ ഫ്രണ്ട്സിനെ കൂട്ടി വന്ന് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കിയെന്നും വീടിനെ പരിഹസിച്ചെന്നും അച്ഛൻ പറയുന്നത് കേൾക്കെ സുധീഷ് അച്ഛനെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ ഉമ്മറത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാര്യമറിഞ്ഞ ദേഷ്യത്തോടെ ഹരീഷും അവളുടെ വീട്ടിൽ നിന്ന് ആരെല്ലാം വന്നെന്ന് ചോദിക്കെ അവളുടെ ചേട്ടനും കൂട്ടുകാരുമാ വന്നതെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അവരിവിടെ വന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്, സുഭാഷ് ചേട്ടനെ തല്ലിയോ എന്നൊക്കെ ഹരീഷ് ചോദിക്കെ നീതുവുമായി നീ സംസാരിക്കുന്നത് ഇഷ്ടമല്ലാതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോയതാണെന്ന് സുഭാഷ് ഏട്ടനും. ഹരീഷ് വീണ്ടും സംശയത്തോടെ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അവൻ എന്ന് ചോദിക്കെ അങ്ങോട്ട് വരുന്ന സുധീഷും വേറൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ലെന്നും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ താൻ അവനെ വെറുതെ വിടുമായിരുന്നു എന്നും ചോദിക്കെ വീണ്ടും അച്ഛൻ അങ്ങോട്ട് വന്ന് അവൻ വന്ന് വഴക്കുണ്ടാക്കിയെന്നും ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അവളെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വരാനുള്ള വഴി നോക്കണം, അല്ലെങ്കിൽ തന്നെ ഈ വീടിന്റെ പേരിൽ നാട്ടിൽ നാറിയിരിക്കുക. നമ്മുടെ വീടിനെ പറ്റി പറയാൻ അവൻ ആരടാ? ആ ഓട്ടോക്കാരന്റെ വീടെന്താ ബംഗ്ലാവോ? ആ മരുന്ന് പോലുള്ള പയ്യൻ പ്രായത്തിൽ ഇത്രയും വ്യത്യാസമുള്ള എന്നോട് പെരുമാറുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ? സുധീഷും അഖിലുമായി അടിപിടിയുണ്ടായി വലിയ പ്രശ്നമായെന്നും അച്ഛൻ പറയുന്നത് കേൾക്കെ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോന്ന് അമ്പരപ്പോടെ നിധിയും ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ വീണ്ടും ദേഷ്യത്തോടെ നമ്മുടെ വീടിനെ കുറിച്ച് പറയാൻ അവൻ ആരാ? അവന്റെ വീട് അത്രയ്ക്ക് വലിയ ബംഗ്ലാവാണോ? 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ലോഡ്ജാണിതെന്നും ഇവിടെ പെണ്ണുങ്ങൾ വാഴില്ലെന്നും അവൻ പറഞ്ഞെന്നും അച്ഛൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഹരീഷിനോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് സുഭാഷ് ചോദിക്കെ അവൻ കാരണമല്ലേ ഈ വഴക്കെല്ലാം ഉണ്ടായത്, അപ്പോ അവൻ അത് അറിയണ്ടേ എന്ന് അച്ഛനും. എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി പുറത്തേക്ക് ഇരിക്കെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും അച്ഛനെ ഉമ്മറത്തേക്ക് പറഞ്ഞയക്കുക. ഹരീഷും ദേഷ്യത്തോടെ അവൻ സുഭാഷ് ഏട്ടനെ അടിച്ചോ എന്ന് ചോദിക്കെ അവൻ അടിച്ചതിന് താനും തിരികെ അടിച്ചെന്നും അവൻ പറഞ്ഞതിന് തക്ക മറുപടി താനും തിരിച്ചു പറഞ്ഞെന്നും അച്ഛൻ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നെന്നും അതെല്ലാം കഴിഞ്ഞില്ലേ എന്നും വിട്ടേക്കെന്നും സുധീഷ് പറയുന്നുണ്ടെങ്കിലും വീടിനെ കുറിച്ച് പറഞ്ഞ അവനെ എങ്ങനെ വെറുതെ വിടുമെന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീടിനെ പറ്റി ആദ്യമായല്ലോ മോശപ്പേര് കേൾക്കുന്നത് എന്ന് നികേഷ് ചോദിക്കെ അവന്റെ വീടെന്താ ബംഗ്ലാവാണോ നമ്മുടെ വീടിനെ പറ്റി ഇത്ര മോശം പറയാൻ എന്ന് ഹരീഷും പറയുന്നുണ്ട്. താനും അക്കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണെന്നും അവന്റെ വീട് അത്രയ്ക്ക് വലുതാണോ എന്നും സുധീഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. താനവളുടെ വീട് കണ്ടിട്ടേ ഇല്ലെന്ന് ഹരീഷ് പറയെ ആ ധൈര്യത്തിലാണ് അവൻ ഈ പറഞ്ഞതെല്ലാമെന്നും ഇപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് പോയി ചോദിക്കാമെന്നും സുധീഷും പറയുന്നുണ്ട്. ഹരീഷും ചോദിക്കുന്നുണ്ട് അവൻ എന്തിന് ഞാനില്ലാത്ത സമയത്ത് ഈ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കണം? അവന്റെ അനിയത്തിയോട് ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അവൻ എന്നോടല്ലേ പറയേണ്ടത്? ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ അവൻ ആരാ? അവന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത്ര നാളും അവൻ ഈ നാട്ടിലില്ലായിരുന്നു, വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോ തന്നെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നു. തുടക്കത്തിലെ വേണ്ടത് കൊടുത്തില്ലെങ്കിൽ അവൻ പിന്നെ തലയിൽ കയറും. അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവനെ തടയുകയാ. സുധീഷും പറയുന്നുണ്ട് അവൻ പറഞ്ഞതിനെല്ലാം താൻ തക്ക മറുപടി കൊടുത്തിട്ടുണ്ടെന്നും നമ്മുടെ വീടിനെ കുറിച്ച് മോശം പറഞ്ഞ അവന്റെ വീട് എങ്ങനെയുണ്ടെന്നൊന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ തനിക്കെന്ന് സുധീഷും പറയുകയാ. എല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന നിധിയും ഇനി അവരുടെ വീട് കാണാനൊന്നും പോവേണ്ടെന്നും അത് വിട്ടേക്കെന്നും ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്നും പറയുന്നുണ്ട്. സുഭാഷും ഹരീഷിനോടായി ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തണമെന്നും ഇതോടെ വിട്ടേക്കെന്നും സമ്മതിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് സമ്മതിക്കാതെ ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാ. പിന്നീട് ഹരീഷിന്റെ മൊബൈലിലേക്ക് നീതു വിളിക്കുന്നുണ്ട്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ദേഷ്യത്തോടെ അവളുടെ ചേട്ടൻ അവിടെ വന്ന് വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. നീതുവും പരിഭ്രമത്തോടെ അവരവിടെ വന്ന് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവരോട് തന്നെ ചോദിക്കണമെന്നും മേലാൽ തന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കരുതെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കടയിലേക്ക് വന്ന് തന്നോട് പറയണമെന്നും ഒതുങ്ങി ജീവിച്ചിരുന്ന എന്റെ പുറകെ പ്രേമമാണെന്നും പറഞ്ഞു വന്നത് നീയല്ലേ? കടയിൽ വന്ന് സംസാരിക്കാറുള്ള നിന്നെ വഴക്കു പറഞ്ഞു ഓടിക്കുകയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളത്? ഇത് തന്നെ നടക്കുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. എന്റെ വീടിനെ പറ്റി മോശം പറഞ്ഞ് എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. വീട്ടിലുള്ളവർക്കും ആകെ നാണക്കേടായി എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ അഖിലേട്ടൻ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതിനെ ഞാൻ എന്ത് ചെയ്യാനാ? അവരോടുള്ള ദേഷ്യം എന്നോട് നീ തീർക്കുന്നത് എന്തിനാന്ന് നീത് ചോദിക്കുന്നുണ്ട്. നീ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അപ്പോ നിന്നോടല്ലേ ദേഷ്യപ്പെടേണ്ടത്? ഇവിടെയുള്ളവർ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയാ നീ വെറുതെ ഇരിക്കോ എന്ന് ഹരീഷ് ചോദിക്കേ ഹരീഷ് വെറുതെ ദേഷ്യപ്പെടല്ലേ, ഞാനും ഹരീഷിന്റെ ഭാഗത്താണെന്ന് നീത് പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ അവരിങ്ങോട്ട് വരില്ലായിരുന്നല്ലോ എന്ന് ഹരീഷ് ചോദിക്കേ ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ, അവരങ്ങോട്ട് വന്ന കാര്യം പോലും താൻ അറിഞ്ഞില്ലെന്ന് നീതു പറയേ ഇങ്ങനെയാണ് അവരുടെ പെരുമാറ്റവും സംസാരവുമെങ്കിൽ ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കും എന്ന് ഹരീഷ് പറയുന്നത് കേൾക്ക് എന്താ ഹരീഷ് നീ പറയുന്നതെന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. എന്നെ പറ്റി അവർക്ക് എന്തും പറയാം, പക്ഷേ എന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. നിന്റെ ചേട്ടനോടൊന്ന് പറഞ്ഞേക്ക്, എന്റെ കണ്ണിലെങ്ങാനും അവൻ പെട്ടാൽ അവൻ അറിയും ഈ ഹരീഷ് ആരാണെന്ന് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ ഹരീഷെ പ്ലീസ് എന്ന് നീതുവും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്.
അത് കേൾക്കെ ദേഷ്യത്തോടെ ഫോൺ വെക്കടി എന്ന് പറഞ്ഞ് ഹരീഷ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുകയാ. വീണ്ടും നീതു ഹരീഷിന്റെ മൊബൈലിലേക്ക് വിളിച്ച് അവൻ ദേഷ്യപ്പെടുന്നതിൽ ഒരു ന്യായവുമില്ലെന്ന് പറയേ. നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇനി ഇങ്ങോട്ട് വന്നാൽ അവരുടെ തല ഞാൻ തല്ലി പൊളിക്കും. ഫോൺ വെക്കടേ എന്ന് പറഞ്ഞ് ഹരീഷ് വീണ്ടും ആ കോൾ കട്ട് ചെയ്യുക. അവൾ മൊബൈലിൽ സംസാരിക്കുന്നതും കൊണ്ട് അങ്ങോട്ട് വന്ന അവളുടെ അമ്മ ഹരീഷിനോടല്ലേ അവൾ സംസാരിച്ചതെന്ന് ചോദിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അതെ, ഹരീഷിനെ എനിക്ക് ഇഷ്ടമാണെന്നും ഹരീഷിനോട് തന്നെയാ സംസാരിച്ചതെന്നും. ആരോട് ചോദിച്ചിട്ടാ നിങ്ങളുടെ മകൻ അവിടെ പോയി പ്രശ്നമുണ്ടാക്കിയത്? ഹരീഷ് ഇവിടെ വന്ന് അതുപോലെ പ്രശ്നമുണ്ടാക്കിയോ, അതോ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയോ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ദേഷ്യത്തോടെ അവളുടെ കാരണം പുകച്ചൊന്നു കൊടുത്ത് അവന് വേണ്ടി സംസാരിക്കുന്നോടി എന്ന് ചോദിക്കുന്നുണ്ട് അമ്മയും. അവിടെ പോയി നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയത് തെറ്റു തന്നെയാണ്. നിങ്ങൾ അവിടെ പോയി ബഹളമുണ്ടാക്കിയ ഞാൻ ഹരീഷിനോട് സംസാരിക്കുന്നത് നിർത്തുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? എന്നെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്നാ പറയേണ്ടത്, അല്ലാതെ അവിടെ പോയി പ്രശ്നമുണ്ടാക്കുകയല്ല. ഇനി ഒരിക്കൽ കൂടി അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയ ഇനി ഇത് അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ നടന്നുപോകെ അമ്മയും ആകെ ടെൻഷനോടെ നിൽപ്പാ. പിറ്റേ ദിവസം തളത്തിലിരിക്കുന്ന നീതുവിനും നികേഷിനും ചായ കൊണ്ടു കൊടുക്കുക സുഭാഷ് ഏട്ടൻ. ഹരീഷിനെയും സുധീഷിനെയും അവിടെ കാണാഞ്ഞ് അവരെവിടെ പോയെന്ന് സുഭാഷ് ഏട്ടൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും രാവിലെ അവർ രണ്ടുപേരും കൂടി പുറത്തു പോകുന്നത് താൻ കണ്ടെന്ന് നിധി പറയുന്നുണ്ട്. ഇത്ര രാവിലെ തന്നെ അവരെവിടെ പോയി നികേഷേ? സുധീഷിന്റെ മൊബൈലിലേക്കൊന്ന് വിളിച്ചു നോക്കിയെന്ന് സുഭാഷ് പറയേ. സുഭാഷ് ഏട്ടാ, അവരെന്താ ചെറിയ കുട്ടികളാണോ? പോയിട്ടിങ്ങു വരുമെന്ന് നിധി പറയുന്നുണ്ട്. അതുകൾക്ക് സുഭാഷും ടെൻഷനോടെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അതെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാവൂ. ഇതിപ്പോ രണ്ടുപേരും വഴക്കിട്ട് തനിച്ചു പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവരൊരുമിച്ച് പോകുന്നത് എന്തെങ്കിലും പ്രശ്നത്തിനാ. വിളിക്കണോ നികേഷ് എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നികേഷ് അവരുടെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴേക്കും മൊബൈൽ വീട്ടിലിരുന്ന് റിങ് ചെയ്യുകയാ. ഫോൺ ഇവിടെ വെച്ച് അവന്മാരെവിടെ പോയതെന്ന് സുഭാഷ് ഏട്ടൻ പരിഭ്രമത്തോടെ പറയേ. നിധി സുഭാഷ് ഏട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അവർ നീതുവിന്റെ വീട്ടിലേക്ക് പോയി കാണോ എന്ന് പരിഭ്രമത്തോടെ സുഭാഷ് ഏട്ടൻ വീണ്ടും ചോദിക്കുക. അവരെന്തിനാ അങ്ങോട്ട് പോകുന്നേ എന്ന് നികേഷ് ചോദിക്കേ. ഇന്നലെ അവളുടെ ചേട്ടൻ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യം അറിഞ്ഞപ്പോൾ അവൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ടാ അവരൊന്നിച്ച് നീതുവിന്റെ വീട്ടിൽ പോയി കാണുമെന്ന് ഞാൻ സംശയിക്കുന്നത് എന്ന് സുഭാഷ് ടെൻഷനോടെ പറയേ. അവർ അങ്ങോട്ടൊന്നും പോവില്ലെന്ന് നിധിയും ആശ്വസിപ്പിക്കുന്നുണ്ട്. നികേഷും പറയുക, സുഭാഷ് ഏട്ടൻ പറഞ്ഞപ്പോഴാ എനിക്കും ഇപ്പോ അതേ സംശയം തോന്നുകയാ. അവരങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടാവും. എല്ലാത്തിനും കാരണം അച്ഛനാ. ഹരീഷേട്ടനെ അത് അറിയിക്കരുതെന്ന് പറഞ്ഞതാ. വന്ന ഉടനെ തന്നെ അതെല്ലാം പറഞ്ഞു കൊടുത്തു. ആവശ്യമില്ലാത്തതെല്ലാം കറക്റ്റായി ചെയ്യും. നിധിയും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്. അവിടേക്കൊന്നും പോയി കാണില്ല സുഭാഷ് ഏട്ട എന്ന്. അതല്ല മോളെ, അവന്മാര് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത് സഹിക്കാനാവാതെ അവന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുകയും ചെയ്യും. അതാ എന്റെ പേടിയെന്ന് സുഭാഷ് പറയേ. അവരങ്ങോട്ടൊന്നും പോയിട്ടുണ്ടാവില്ല സുഭാഷ് ഏട്ടാ. നികേഷേ, ഒന്ന് പറയടാ എന്ന് നിധി അവനോടായി പറയുന്നുണ്ട്. അതെ സുഭാഷ് ഏട്ടാ, അവരങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹരീഷ് ഏട്ടന്റെയും നീതുവിന്റെയും വിവാഹം നടക്കൂ എന്നവൻ ചോദിക്കേ. അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നടക്കും എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അവർ രണ്ടുപേരും സെറ്റാവോന്ന് തന്നെ തനിക്ക് സംശയമാ. ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും ഹരീഷ് ഏട്ടൻ അധികമൊന്നും സംസാരിക്കാറില്ല. നീതുവാണെങ്കിൽ വാ തോരാതെ സംസാരിക്കുന്നവളും എന്നൊക്കെ നികേഷ് പറയേ. അത് അവരുടെ കാര്യമല്ലേ, അവർ സെറ്റായിക്കോളും. നീ ചായ കുടിക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് ടെൻഷനോടെ നോക്കി നിൽപ്പാ സുഭാഷ് ഏട്ടനും. അവിടെ സുധീഷും ഹരീഷും നീതുവിന്റെ വീട്ടിലെത്തിയിരുന്നു. അവർ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നീതുവിന്റെ അച്ഛൻ അവരെ കണ്ട് ദേഷ്യത്തോടെ ഇറങ്ങി പോവാനായി പറയുന്നുണ്ട്. അവരെ കാണാൻ നീതുവും സന്തോഷത്തോടു കൂടി അങ്ങോട്ട് നടന്നു വരികയാ. അവളെ കണ്ട അമ്മയും കണ്ട റൗഡികളൊക്കെ വീട്ടിലേക്ക് വരുന്നത് കണ്ടില്ലേ? നീയാണോ ഇവരോട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചില്ല അമ്മയെന്ന് നീതു പറയുന്നുണ്ട്. സുധീഷ് നീതുവിനെ എത്തി നോക്കുമ്പോഴേക്കും ഇറങ്ങിപ്പോടാ എന്ന് അവനോടായി പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായി അച്ഛനോട് പറയുന്നുണ്ട് നീതുവിന്റെ അമ്മ. ദേഷ്യത്തോടെ ഹരീഷും പറയുക, ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങളുടെ മകൻ അവിടെ വന്ന് ബഹളമുണ്ടാക്കി. അതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കേ. എന്റെ മോൻ വീട്ടിലേക്ക് വന്നപ്പോൾ നീ വീട്ടിലില്ലായിരുന്നല്ലോ, അതുപോലെ നീ ഇങ്ങോട്ട് വരണമെന്നുണ്ടോ എന്നവളുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. നീതു സന്തോഷത്തോടെ ഹരീഷിനെ നോക്കി ചിരിക്കെ പല്ലിളിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ, കേറിപ്പോടി അകത്തെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോഴാണ് അഖിൽ അങ്ങോട്ട് വരുന്നത്. ഹരീഷിനോടവൻ ദേഷ്യത്തോടെ, ഇങ്ങോട്ട് എന്തിനാടാ വന്നേ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈയൊങ്ങുമ്പോഴേക്കും അവന്റെ കയ്യിൽ കയറി പിടിച്ച് സുധീഷും പറയുന്നുണ്ട്. അവന്റെ ദേഹത്ത് കൈ വെച്ചു പോകരുത്, മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, എന്തിനാവശ്യമില്ലാതെ കൈ ഉയർത്തുന്നത്, അത് തെറ്റല്ലേ എന്ന് ചോദിക്കെ കൈമാറ്റിക്കൊണ്ട് അഖിലും പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, പ്രശ്നമുണ്ടാക്കാൻ വന്നതാണോ എന്ന് ചോദിക്കെ ഹരീഷും പറയുക, അതേടാ പ്രശ്നമുണ്ടാക്കാൻ തന്നെയാ വന്നത്. നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ കാണാനായി വരണം. ഞാനില്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിൽ ചെന്ന് ബഹളമുണ്ടാക്കുന്നു. അത് കേൾക്കെ നീതുവിന്റെ അച്ഛനും ചോദിക്കുന്നുണ്ട്. ഞാൻ കടയിൽ വന്ന് നിനക്ക് താക്കീത് നൽകിയതല്ലേ, എന്നിട്ടും നീ അവളോട് സംസാരിച്ചോ? അപ്പൊ പിന്നെ എന്റെ മോൻ നിന്നെ വെറുതെ വിടണമെന്നാണോ
എന്ന് ചോദിക്കേ നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്, നോക്കടാ, നീ ഞങ്ങളുടെ മകളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് പറയാനല്ലേ അവൻ വന്നത്? അത് വീട്ടിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കലാണോ എന്ന് ചോദിക്കേ ഹരീഷും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാ. അത് കേട്ട് നീതുവും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. എല്ലാവരും അമ്പരപ്പോടെ നോക്കി നിൽക്കെ ഹരീഷ് വീണ്ടും പറയുക, നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് നിർത്തില്ല. അവൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരം നിർത്തിക്കോളാം. അത് കേട്ട് സന്തോഷത്തോടെ നീതുവും വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. സുധീഷും ഒരു ചിരിയോടെ നീതുവിനെ നോക്കെ അടിച്ച് പല്ല് താഴെയിടും ഞാൻ എന്ന് അഖിലും പറയുന്നുണ്ട്. അത് കേട്ട് ഹരീഷും ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നല്ലോ നിന്റെ പെങ്ങളെ പ്രേമിച്ചത്? അവൾ കടയിൽ വന്ന് എന്നോട് സംസാരിച്ചു, അപ്പോൾ ഞാനും തിരിച്ചു സംസാരിച്ചു. ഒരു പെണ്ണ് എന്നെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ഹരീഷ് എന്ന് സുധീഷും ഒരു ചിരിയോടെ പറയുന്നുണ്ട്. അത് കേൾക്കാൻ നീതുവിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, ഇവിടെ വന്നിങ്ങനെ പ്രശ്നമുണ്ടാക്കരുത്. ചുറ്റുപാടും എൻ്റെ ബന്ധുക്കൾ തന്നെയാ താമസിക്കുന്നത്. അവരറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ വെറുതെ വിടില്ലെന്ന്. അത് കേൾക്കാൻ സുധീഷും പറയുന്നുണ്ട്, വരാൻ പറ, എല്ലാ ബന്ധുക്കളെയും വിളിക്കുക. അവരെന്താ ചെയ്യാന്ന് ഞങ്ങൾക്കൊന്ന് കാണാലോ. അത് കേൾക്കെ അഖിലും, എന്തിനാ അച്ഛാ അവരെയൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഹരീഷിനോടായി, ഹരീഷേ, നിന്നോട് അവസാനമായി പറയുക, ഇനി നീ എൻ്റെ പെങ്ങളെ കാണരുത്, സംസാരിക്കരുത്. അത് കേട്ട് ഹരീഷും, അത് നിന്റെ അനിയത്തിയോട് പറ, എന്നിട്ട് തീരുമാനിക്കാമെന്ന്. അത് കേട്ട് നിന്ന് നീതുവും, ഞാൻ കാണും ഹരീഷേ എന്ന് പറയേ അഖിൽ നീതുവിനെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും ഹരീഷും ദേഷ്യത്തോടെ, കൈ താഴ്ത്തിയിടറാ, നമ്മളിവിടെ സംസാരിക്കുകയല്ലേ, അതിനിടയ്ക്ക് അവളെ അടിക്കാൻ പോകുന്നത് എന്തിനാ? നീതു ഹരീഷിന്റെ കൈ തട്ടിമാറ്റുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്, എന്റെ വീട് മോശമാണെന്നും പറഞ്ഞ് നീ എന്തൊക്കെ ബഹളമാ ഉണ്ടാക്കിയത്? നിങ്ങളുടെ ഈ തീപ്പെട്ടിക്കോഴുള്ള വീട്ടിൽ താമസിച്ചാണോ ഞങ്ങളുടെ വീടിനെ കുറ്റം പറഞ്ഞത്? നിന്റെ സംസാരം കേട്ടാ നീ താമസിക്കുന്നത് വലിയ ബംഗ്ലാവിലാണെന്ന് തോന്നും. ഇതുപോലും വാടകയ്ക്കല്ലേടാ, ഞങ്ങൾ സ്വന്തം വീട്ടിലാ താമസിക്കുന്നത്. ഇതിനാണോ നീ ഇത്ര വലിയ ബിൽഡപ്പ് നടത്തിയതെന്ന് സുധീഷ് പരിഹസിക്കുമ്പോഴേക്കും നീതുവും അത് ഇഷ്ടമാകാതെ, ഹരീഷേ, നിന്റെ ചേട്ടനോട് മിണ്ടാതിരിക്കാൻ പറയുന്ന ദേഷ്യത്തോടെ പറയുകയാ. ഇപ്പോഴാണോടെ നിനക്ക് ബുദ്ധി വന്നത്? നല്ല പോലെ കേൾക്ക്. വീട്ടിലേക്ക് വന്ന് നമ്മളെ അപമാനിക്കുന്നത് കണ്ടില്ലേ എന്നവളുടെ അമ്മയും അവളോടായി ചോദിക്കേ, ഹരീഷേ, നിന്റെ ചേട്ടനോട് ഇനി ഒന്നും മിണ്ടരുതെന്ന് പറ എന്ന് അവൾ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട്. എൻ്റെ വീടിനെ കുറിച്ച് നിന്റെ ചേട്ടൻ മോശമായി പറഞ്ഞില്ലേ, അപ്പോൾ സുധീഷ് ചേട്ടനും പറയും എന്ന് ഹരീഷ് പറയേ സുധീഷും ഒരു ചിരിയോടെ അവളെ നോക്കി നിൽപ്പാ. എടാ മക്കളെ, മര്യാദയ്ക്കൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് നീതുവിന്റെ അച്ഛനും പറയേ. നിങ്ങൾ എന്തിനാ അവരെ മക്കളെ എന്നൊക്കെ വിളിച്ച് സ്നേഹിക്കുന്നത്? ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിന്റെ മേൽ കൈവയ്ക്കുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ പിടിച്ച് തള്ളുകയാ. അതുകണ്ട് നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ അവർ അടിയുണ്ടാക്കുന്നതിനെ ചൊല്ലി നീതുവിനോടായി പറയുന്നുണ്ട്. മതി, ഒന്ന് പോ എന്ന് നീതുവും ടെൻഷനോടെ വിളിച്ചു പറയേ. ഹരീഷ് സുധീഷിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാ. നീതുവും അവരുടെ പുറകെ ചെന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ ഹരീഷിനോടായി, ഹരീഷേ, നീ പറഞ്ഞത് വളരെയധികം കൂടിപ്പോയി എന്ന് പറയേ. എന്താടി നിനക്കവിടെ കാര്യം? അകത്തേക്ക് വാടിയെന്ന് അമ്മ വിളിച്ചു പറയുന്നുണ്ട്. അതെ, നീതുവിനെ വിളിക്കുന്നു, പോയി കാര്യം എന്താന്ന് പറഞ്ഞു കൊടുക്കുന്ന സുധീഷ് പറയേ നീതുവും അകത്തേക്ക് കയറി പോവുകയാ. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയെന്ന് ഹരീഷ് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. കൂടിപ്പോയെങ്കിൽ നല്ല കാര്യം, അവരുടെ സംസാരം അത്തരത്തിലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ വെറും സാമ്പിൾ. അവരവിടെ വന്ന് എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ? അതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയണ്ട, നീ വണ്ടി എടുക്കെന്ന് പറയുകയാ സുധീഷും. നീതു വീണ്ടും അമ്മയുടെ അരിയിലേക്ക് എത്തുമ്പോഴേക്കും അഖിലും അവളോട് ദേഷ്യത്തോടെ, കണ്ടില്ലേ വന്ന് പ്രശ്നമുണ്ടാക്കിയത്? ഇത്രയും മോശപ്പെട്ടവന്മാർക്ക് വേണ്ടിയാണോ നീ നിൽക്കുന്നത് എന്ന് ചോദിക്കേ. കണ്ടില്ലേടി വീട്ടിൽ കയറി വന്ന് അടിയുണ്ടാക്കിയത്? ഇങ്ങനെ ഗുണ്ടകളെ പോലുള്ള ആളുകളുടെ കൂടെയാണോ നീ ജീവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കേ നീതുവും മറുപടി ഒന്നും പറയാനാകാതെ തലയും കുനിച്ച് നിൽപ്പാ. അച്ഛനും പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാ, തല്ലിയിട്ടും വഴക്ക് പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ഇപ്പോൾ നീ നേരിട്ട് കണ്ടില്ലേ, ഇനിയും അവന്റെ പിന്നാലെ പോവാതിരിക്കാൻ ശ്രമിക്കേ, അത്രയേ പറയാനുള്ളൂ എന്ന് പറയേ നീതുവും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാ.